കേരളത്തിൽ പൊതുവെയുള്ള UDF മുന്നേറ്റത്തിൻ്റെ ഭാഗമായല്ല, അതിനേക്കാളും വലിയൊരു മുന്നേറ്റമാണ് കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് UDF നഷ്ടപ്പെട്ടു പോയ പല പഞ്ചായത്തുകളും, മഞ്ചേശ്വരം, ഉദുമ, മറ്റേ ദേലമ്പാടി, വർഷങ്ങളായി 4 പതിറ്റാണ്ടിലധികമായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ദേലമ്പാടി, വലിയ പറമ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ UDF മുന്നണി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് UDF ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ബദിയടുക്ക പഞ്ചായത്തിൽ LDFൻ്റെയും BJPയുടെയും ധാരണ അനുസരിച്ച് LDFൻ്റെ കൈവശമുണ്ടായിരുന്ന 3 വാർഡുകൾ BJPക്ക് ലഭിച്ചതുകൊണ്ട് തുല്യതയിലാണിപ്പോൾ. 10 UDFനും 10 BJPക്കും 1 വാർഡ് LDFനുമാണ് ഉള്ളത്. അത് അവർ തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വോട്ട് മറിച്ചതുകൊണ്ടാണ് ഇങ്ങനെ UDFനെ പരാജയപ്പെടുത്താനുള്ള ഭരണം UDFിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് LDF ഇങ്ങനെ വോട്ട് മറിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജില്ലയിൽ വലിയ തർക്കങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു, DCC ഓഫീസിൽ വരെ തമ്മിൽ അക്രമം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ ഇതിനേക്കാളും മിന്നും വിജയം ഉണ്ടാകുമായിരുന്നില്ല. ഒരൊറ്റക്കെട്ടായി നിന്നില്ല, ഒരുപാട് വിമതരുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുമോ? വിമതര് ഏറ്റവും കുറവുള്ളത് ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു. ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നല്ല, പൊതുവെ UDFൻ്റെ ഭാഗത്ത് വിമതർ കുറേ കൂടുതലാണ്. ഇപ്രാവശ്യം വളരെ ചുരുക്കം വിമതർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തായാലും ലീഗിൻ്റെ ഭാഗത്തായാലും വിമത ശല്യം വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മിന്നുന്ന വിജയം നേടാനായത്. ഇപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് 24 സീറ്റുമായി UDF മുന്നിട്ട് നിൽക്കുന്നത്. അതേപോലെ ചവനാട് പഞ്ചായത്തിൽ 20ഓളം വാർഡുകൾ വിജയിച്ചുകൊണ്ട്, ചെങ്കള പഞ്ചായത്തിൽ 18 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 18ഉം വിജയിച്ചുകൊണ്ട് 100% സ്ട്രൈക്ക് റേറ്റാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നല്ല വിജയമാണ് എല്ലാ മേഖലകളിലും ഉള്ളത് എന്നതിൽ തർക്കമൊന്നുമില്ല.